തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി സർക്കാർ നിരവധി അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. നല്ല റോഡുകൾ പണിതു, പെൻഷൻ കൂട്ടി, വളരെ മികച്ച ആരോഗ്യ മേഖല എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ ഇവയൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാം കുളമാക്കി വെച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം. അത് ജനങ്ങൾക്ക് തന്നെ മനസ്സിലായത് കൊണ്ടാണ് ഇടത് സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമായി സർക്കാർ ഉയർത്തിപ്പിടിച്ചത് ആരോഗ്യ മേഖല തന്നെയായിരുന്നു. ആരോഗ്യ മേഖലയിൽ വളരെ വിപുലമായ വികസനങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പിണറായിയുടെയും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും അവകാശവാദങ്ങൾ. പക്ഷേ ഈ വികസനങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉപകാരമില്ലെന്ന് മാത്രമല്ല, കൂടുതൽ അപകടാവസ്ഥകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ചുരുക്കി പറഞ്ഞാൽ, ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും പ്രാധാന്യവും മുഖ്യനോ ആരോഗ്യമന്ത്രിയോ നൽകുന്നില്ല എന്ന് സാരം. വലിയ കാര്യത്തിൽ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും പുതിയ കെട്ടിടങ്ങളും ഉപകരണങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഈ പറയുന്ന വീണ ജോർജോ മറ്റധികൃതരോ അന്വേഷിക്കാറില്ല. ഈ സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് നിർമ്മിച്ച പല ആശുപത്രി കെട്ടിടങ്ങളും തകർന്നു വീഴാൻ പാകത്തിന് നിൽക്കുകയാണ്. ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ പലരും ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉപകരണങ്ങളുടെ കാര്യം പറയണ്ട. അത് കറക്റ്റായിട്ട് പ്രവർത്തിക്കാത്തത് മൂലം വലിയ ആശുപത്രികളിൽ കൂടുതൽ കാശ് മുടക്കി ചികിത്സ നടത്തേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ സാധാരണ ജനങ്ങൾ. സത്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്ന തരത്തിൽ മികച്ച ചികിത്സ നൽകുന്നതിനാണ് സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്ന സർക്കാർ ആശുപത്രികളാണ്. ചുരുക്കി പറഞ്ഞാൽ, രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ വരുന്നവരുടെ ജീവൻ എടുക്കുകയാണ് സർക്കാർ ആശുപത്രികൾ. ഇതിനൊക്കെ പുറമെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരില്ലെന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പോഴിതാ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാർ മേഖലയിലെ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ക്ഷാമവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും രൂക്ഷമാണെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ജൂലൈ 3-ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രികളിലെ തൽസ്ഥിതി പരിശോധിക്കാൻ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രികളിലെ തൽസ്ഥിതി പരിശോധിക്കാൻ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. ഇവർ നിയോഗിച്ച സംഘമാണ് മെഡിക്കൽ കോളേജുകൾ മുതൽ ഡിസ്പെൻസറി വരെയുള്ള ചികിത്സാലയങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. ഈ കണ്ടെത്തലിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം കണ്ടെത്തിയതും ഉൾപ്പെടുന്നു. രോഗികൾക്ക് വേണ്ടി വിവിധ സ്കീമുകൾ ഉണ്ടെങ്കിലും മതിയായ ഫണ്ടില്ല. ഭരണപരമായ അനുമതികൾക്ക് വലിയ കാലതാമസം നേരിടുന്നുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആംബുലൻസ്, MRI സ്കാനിംഗ്, ബ്ലഡ് ബാങ്ക്, ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ സകലതിനും ക്ഷാമമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ കണ്ടെത്തലുകൾ മാത്രമാണ്. എന്നാൽ ഇതിലൊന്നും പെടാത്ത ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് രോഗികളുടെ ദുരന്തങ്ങൾ വേറെയുമുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങളില്ല. പല രോഗികളും 4 നിലയുള്ള ആശുപത്രിയിൽ സ്റ്റെപ്പ് ഇറങ്ങിയാണ് പോകുന്നത്. ഓപ്പറേഷൻ തിയേറ്ററും പുതിയ ICUവും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന 4 നില കെട്ടിടത്തിന്റെ ലിഫ്റ്റാണ് തകരാറിലായത്. കേബിൾ തകരാറ് മൂലമാണ് ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഇതൊക്കെ ശരിയാക്കേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തമല്ലേ? അതൊന്നും ചെയ്യാതെ വീമ്പിളക്കിയിട്ട് ഒരു കാര്യവുമില്ല. സൗകര്യങ്ങളുടെയും ഡോക്ടർമാരുടെയും കുറവ് മാത്രമല്ല, ഒട്ടും സുരക്ഷയില്ലെന്നും മറ്റൊരു ഗുരുതര വീഴ്ച തന്നെയാണ്. കഴിഞ്ഞ മാസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പീഡന ശ്രമം നടന്നിരുന്നു. ട്രോമ കെയർ ICUവിന് സമീപത്ത് കിടന്നുറങ്ങുകയായിരുന്ന യുവതിക്ക് നേരെയായിരുന്നു ആക്രമണം. ICUവിലുള്ള ബന്ധുവിന് കൂട്ടിരിക്കാനെത്തിയതായിരുന്നു യുവതിയും ഭർത്താവും. ഇതോടെ ഒരു കാര്യം വ്യക്തമായി. സർക്കാർ ആശുപത്രികളിൽ പോയാൽ സ്ത്രീ സുരക്ഷയുമില്ല, ചികിത്സാ സൗകര്യങ്ങളുമില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സർക്കാരെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ അങ്ങ് ജനങ്ങൾ തറ പറ്റിച്ചത്.